പിന്നെന്താ എനിക്ക് പോണ്ടിച്ചേരിനെ കുറിച്ച് പറയാനുള്ളത് മൊത്തത്തില്? മെയിനായിട്ട് ക്യാമ്പസ് ലൈഫാണ് മെയിനായിട്ട്. ക്യാമ്പസ് ലൈഫ്, അതെ, ക്യാമ്പസ് ലൈഫ് പ്ലസ് അക്കാഡമിക് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിഗ്രി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഞാൻ ഇപ്പം ഇവിടെ പോയി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി കോഴ്സ് എടുത്ത് 2 മാസത്തോളം പഠിച്ചു. നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. മർസീൻ എങ്ങനെയാണ് ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകണം, പഠിക്കണം എന്നുള്ള താല്പര്യമൊക്കെ വന്നത്? അതിൻ്റെ കഥ ഒന്ന് നമുക്ക് പറഞ്ഞാലോ? ഞാൻ +2 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ പുറത്ത് പോയി പഠിക്കാം. അങ്ങനെ ഒരു കമ്പനിയിൽ കണ്ടു, ഞാൻ എടുത്തു കണ്ടു. അപ്പം അതിൽ പറഞ്ഞു CUT പറഞ്ഞ ഒരു എക്സാം ഉണ്ട്, അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിനെ പറ്റി റിസർച്ച് കാര്യങ്ങളൊക്കെ എല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോൾ ഇവിടെ അടുത്തുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ കുറച്ച് മലയാളിയും അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പോണ്ടിച്ചേരിയാണ്. അപ്പോൾ എനിക്ക് പോണ്ടിച്ചേരി തന്നെ കുറച്ചുകൂടി ലൈക്കായി. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിക്ക് വേണ്ടി ട്രൈ ചെയ്തു. അവിടുത്തെ ക്രൈറ്റീരിയ നോക്കി. അപ്പോൾ എനിക്ക് BBA ആയിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ BBAൻ്റെ ക്രൈറ്റീരിയ വെച്ച് BBAക്ക് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസും ഉണ്ട് എന്തായാലും. അപ്പോൾ എനിക്ക് ബിസിനസ് സ്റ്റഡീസിൽ കുറച്ചുകൂടി മാർക്കിലാണ്, അങ്ങനെ അവിടെ കിട്ടി. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിന്റെ മാർക്ക് വെച്ചാൽ, അതായത് BBA ഓണേഴ്സ് പ്രോഗ്രാമിന് ബിസിനസ് സ്റ്റഡീസിന്റെ മാർക്ക് മാത്രമല്ല പരിഗണിക്കുന്നത്. അപ്പൊ അതിൽ നല്ല മാർക്ക് ഉണ്ട്. എങ്ങനെ ബിസിനസ് സ്റ്റഡീസിൽ എത്രയും മാർക്ക്? എനിക്ക് 204. 204 അതിൽ. അപ്പൊ അതിൽ ടോപ്പായിരുന്നു. അപ്പം ടോപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ ആവുന്ന റാങ്കിങ്ങിൽ പെട്ടതായിരുന്നു. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നു. ഇത്ര ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് തന്നെ, ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് തന്നെ മർസീന അവിടെ കിട്ടി. അങ്ങനെ പിന്നെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? അഡ്മിഷൻ പ്രോസസ്സ് പറയാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല. എല്ലാം അവിടുത്തെ ആൾക്കാർ തന്നെ ഹെൽപ്പ് ചെയ്യും. അല്ല, ഇതിപ്പം റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് എന്താ ചെയ്തത്? റാങ്ക് ലിസ്റ്റ് ഓൺലൈനായിട്ട് നമ്മൾ ഫീ പേയ്മെന്റ് ചെയ്യും. ഫസ്റ്റ് സെമ്മിന്റെ ഫീ അത് ആ പോർട്ടലിൽ തന്നെ. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നീട് അവിടെ എത്തി ചെയ്യേണ്ടത് പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ. അപ്പം പോയി അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ എല്ലാവരും ഭയങ്കര ഹെൽപ്പ് സുഖമായിട്ട് ചെയ്യാൻ. അവിടെ എത്തി ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. പിന്നെ ഹോസ്റ്റലിലെ ലൊക്കേഷൻ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയോ? അതെ, പെട്ടെന്ന് തന്നെ കിട്ടി. അതെങ്ങനെ ഓൺലൈൻ ആദ്യം ചെയ്യലാണോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യല? ഓക്കെ, ഇത് ചില സ്ഥലത്തൊക്കെ ഓൺലൈൻ ഇതുണ്ട്. അപ്പൊ അവിടെ എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടും? എന്താ അവസ്ഥ? എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടും. അത്യാവശ്യം ഹോസ്റ്റലും ഉണ്ടല്ലോ. ഉണ്ട്, നല്ല ഉണ്ട്, ഗേൾസിനും ഉണ്ട്. ഓക്കെ, ഹോസ്റ്റൽ അങ്ങനെ പുറത്ത് നമ്മൾ വേറെ സ്റ്റേ ആവേണ്ട ആവശ്യമാണ്? എല്ലാവർക്കും തന്നെ കേട്ടോ. പിന്നെ ഹോസ്റ്റൽ ഫീ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഹോസ്റ്റൽ ഫീ കറക്റ്റ് അറിയില്ല, ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഒരു വർഷത്തേക്കാണ് തോന്നുന്നത്, 1300 അങ്ങനെ. ഒരു വർഷത്തേക്ക് അപ്പോൾ വളരെ കുറഞ്ഞ ഫീയേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, ഫുഡിന്റെ മെസ്സിന്റെ ഒക്കെ മന്ത്ലി ആണോ? മെസ്സിന്റെ മന്ത്ലി അല്ല, സെമസ്റ്റർ ആണ്. സെമസ്റ്റർ. ഓക്കെ, ഇപ്പം പേ ഒന്നും ചെയ്തിട്ടില്ല? തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ എത്ര ചെയ്തിട്ടുണ്ടാവും? ഹോസ്റ്റൽ സെറ്റപ്പ് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് ഒരു 16 സംതിങ്. ഓക്കെ, ഒരു സെമ്മിനൊക്കെ ഒരു വർഷത്തേക്ക് മൊത്തമായിട്ട് അടച്ചതാണ്. ഓക്കെ, അത് വലിയൊരു താരതമ്യം നമ്മുടെ നാട്ടിലൊക്കെ നോക്കുമ്പോൾ വലിയൊരു ഫീ ഒന്നും അല്ല. ഓക്കെ, എങ്ങനെയാണ് പറയാനുള്ളത്? അപ്പം ഇപ്പം CUT വൈകിട്ട് അഡ്മിഷൻ എടുത്തു, മുസ്റ്റം ഹോസ്റ്റലിൽ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജേണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഡിഗ്രി സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠനം, നാട്ടിലത്തെ കോളേജിനെക്കാട്ടും നല്ലൊരു നോളജ് അറിവ് കിട്ടുക എന്നുള്ളത് അല്ലേ, അത്രയും നല്ല ഫാക്കൽറ്റി. അപ്പം മർസീൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അതിനുള്ള തൗഫീക്ക് നൽകി അവിടെ എത്താനായി. അള്ളാഹ് ഇനിയും ഈ ജേണി മുന്നോട്ട് സുഖമാക്കി തരട്ടെ എന്നായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇപ്പം +2 പഠിക്കുന്ന കുട്ടികളോട്? എന്തായാലും പഠിക്കുകയാണെങ്കിൽ, ഡിഗ്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാൻ നോക്കുക. അതിനൊരു എക്സ്പോഷർ വേറെ തന്നെ കിട്ടും. അപ്പം എല്ലാവരും CUT ചെയ്താൽ നോക്കുക മാക്സിമം. +2 കഴിഞ്ഞാൽ +2നോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പം പിന്നെ +2 നോക്കി എജുബിൾസ് ലേണിങ്ങിനെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളവർക്ക്? എജുബിൾസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ തന്നെ കഴിഞ്ഞത് എജുബിൾസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പം എന്നെ ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനെ പ്രിപ്പറേഷൻ സമയത്ത് വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എജുബിൾസ് ഉണ്ടായതുകൊണ്ടാണ് ഓരോ ഒരു ഭാഗത്ത് സപ്പോർട്ടുണ്ട്. അതെ, നമ്മൾ ഇതേ ഹെൽപ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ഈ വർഷം മുതൽ കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ വാട്സപ്പിലും ടെലഗ്രാമിലും അതിന് ചെയ്തെങ്കിൽ പോലും ഗൈഡൻസ് അതിന് കൂടുതൽ കൊടുത്ത് ടെലഗ്രാം വഴി കോച്ചിങ് ആയിരുന്നു. ഈ വർഷം മുതൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്ത് ഇപ്പം മർസീനെ കിട്ടിയതിനേക്കാളൊക്കെ ഗൈഡൻസ് ഈ വർഷം മുതൽ കുട്ടികൾക്ക് കിട്ടുകയാണ് അല്ലേ? ഇപ്പം എന്തായാലും കുട്ടികളെ കോച്ചിങ് എടുക്കണം എന്നായിരിക്കും അല്ലേ? എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ മർസീനെ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ഞങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഞങ്ങൾ ലേണിംഗ് ആപ്പിലൂടെ
എന്ത് ചെയ്യുക, നീക്കുള്ള എല്ലാ കോച്ചിങ്ങും നമ്മൾ നൽകും. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ വർഷം മുതൽ കോച്ചിങ് നോക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടെ, ഇവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഷുവർ. അപ്പം ഈ ഒരു വേദി ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ മർസീനോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ മീക്കോ കഫേയിലാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ? ഫുഡ് അടിപൊളിയാണ്. മൊത്തത്തിൽ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എങ്ങനെയാണ്? അത് ഉഷാറാണ്. ഉഷാറാണ് അല്ലേ? നമുക്കൊരു ചില്ല് വൈകുന്നേരമൊക്കെ വന്നിരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു ആംബിയൻസ് സെറ്റപ്പാണ്. ഓക്കെ, ഈ വേദി ഒരുക്കി തന്ന മീക്കോ കഫക്കും അതുപോലെ തന്നെ നമ്മളൊരു സംസാരിക്കാൻ വേണ്ടി എത്തിയ മർസീനും എജുബിളിസ് ലേണിൻ്റെ പേരിൽ നല്ലൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, വീണ്ടും അടുത്തൊരു സക്സസ് സ്റ്റോറിയുടെ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു മർസീൻ. താങ്ക് യു. ശരി.